സർക്കാർ പറഞ്ഞു ആരുടെയും സഹായം വേണ്ട, LDF ഗവൺമെൻറ് ഇത് മൊത്തം ചെയ്യും. അപ്പോൾ ഈ 700 കോടി രൂപയോളം പിരിഞ്ഞ് കിട്ടിയത് എന്തു ചെയ്തു? അതാണ് പ്രശ്നം. എന്തുകൊണ്ട് പ്രതിപക്ഷം ചോദിക്കുന്നില്ല? കോൺഗ്രസ് 100 വീട്, രാഹുൽ ഗാന്ധി അന്ന് 100 വീട് വെച്ചു. കോൺഗ്രസ് KPCC പറഞ്ഞു, മുസ്ലിം ലീഗ് അവർ തന്നെ വീട് വെച്ച് കൊടുക്കുന്ന പറഞ്ഞു. കത്തോലിക്ക സഭ, ഞാൻ അന്ന് അമേരിക്കയിൽ ഞാൻ ഷിക്കാഗോ രൂപതയുടെ ജൂയി ആലപ്പാട്ട് പിതാവുമായിട്ട് ഞാൻ ആ സമയത്ത് സംസാരിച്ച് എത്ര വീട് വേണം വെച്ച് കൊടുക്കാനായിട്ട് രൂപത തയ്യാറാണ്. പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഗവൺമെൻറ് വീടിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം കാണിക്കണം. കാരണം ഇപ്പോൾ 700 കോടി രൂപ വന്നാൽ ആ പണം ഈ വീട് വയ്ക്കാൻ വേണ്ടിയാണോ, ആ പാവങ്ങളെ അവിടെയുള്ള മനുഷ്യരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയാണോ വിനിയോഗിക്കുന്നത്? ഇതിന് വ്യക്തത വേണം, കണക്ക് വേണം. ഇതൊന്നും നടന്നില്ല. ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ അന്ന് മുതൽ ആവശ്യപ്പെട്ടു, സെപ്പറേറ്റ് അക്കൗണ്ട്, ഇതിനു വേണ്ടി ജനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ സഹായിക്കുന്നത് അക്കൗണ്ടബിൾ ആകുക, ഇതിനെ കണക്ക് പുറത്തു വിടുക, ചെയ്യുന്ന കാര്യങ്ങൾ സുതാര്യമായി ചെയ്യുക, ഈ ഏതെല്ലാം ആളുകൾക്ക് വേണ്ടി സഹായം ചെയ്തു, എന്തൊക്കെ ചെയ്തു, ഇത് പുറത്തു വിടുക, അത് സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. അത് കേരളത്തിന് ആവശ്യമാണ്. ഇനിയും നമ്മളെ ആളുകൾ സഹായിക്കണമെങ്കിൽ ആവശ്യമെന്നുള്ളത് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം ഇതിനകത്തൊക്കെ അഴിമതി നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കഥ.